എല്ലാവരും ഹാപ്പിയായി സംസാരിക്കുന്നു. നിങ്ങളും അവിടെ ഇരിക്കുന്നു, ചിരിക്കുന്നു. പക്ഷേ ഉള്ളിലൊരു എംപ്റ്റിനെസ്, ആരും കാണാത്തൊരു സൈലൻസ്. ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് അറിയാമോ? അല്ലെങ്കിൽ ഒരാൾ ഓക്കെ എന്ന് റിപ്ലൈ അയക്കുമ്പോഴും ഓക്കെ എന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് റിപ്ലൈ അയക്കുമ്പോഴും ഉള്ള ഡിഫറൻസ് ഇൻസ്റ്റൻ്റായി മനസ്സിലാകുമോ നിങ്ങൾക്ക്? എങ്കിൽ ഈ വീഡിയോ ഫുള്ളായി കാണണം. കാരണം വേൾഡിലെ 2% ആൾക്കാർക്ക് മാത്രമുള്ള ഈ ഒരു സ്പെഷ്യൽ ക്വാളിറ്റിയെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നീ എന്തിനാണ് എപ്പോഴും ഓവർ തിങ്ക് ചെയ്യണേ? പക്ഷേ സത്യത്തിൽ അതൊരു ഓവർ തിങ്ക് അല്ല, അതൊരു ഗിഫ്റ്റാണ്. ഫോർ എക്സാമ്പിൾ, PSC എക്സാമിനെ കൂടെ പഠിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അവർ ഇത്തവണ ഇന്റർവ്യൂ കൊള്ളാമെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ സൗണ്ടിലുള്ള ഒരു സ്ലൈറ്റ് ഹെസിറ്റേഷൻ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അവർ പറയണതിന് മുൻപ് തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. ഇത് വെറും ഗെസ് അല്ല, നിങ്ങളുടെ ബ്രെയിൻ ചെറിയ ചെറിയ സിഗ്നൽസ് ഡീറ്റെയിൽ ആയി കളക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. വീട്ടിലമ്മ അടുക്കളയിൽ നിന്നും സൗണ്ട് ഇല്ലാതെ പണി ചെയ്യുന്നത് കണ്ടാൽ തന്നെ എന്തോ ടെൻഷൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും, ആരും പറയാതെ തന്നെ. ഈ പാറ്റേൺ റെക്കഗ്നേഷൻ ആണ് ആ 2% ആൾക്കാരുടെ ആദ്യത്തെ സൈൻ. ഇത്ര നല്ല ഗിഫ്റ്റ് ഉണ്ടായിട്ടും എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ടയർഡ്നെസ് തോന്നുന്നത്? കാരണം സിമ്പിളാണ്. മറ്റുള്ളവരുടെ ഇമോഷൻസൊക്കെ ഒരു വെതർ പോലെയാണ് നിങ്ങൾക്ക് കയറി വരുന്നത്. റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ ആരെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ നോർമൽ ആൾക്കാരും തിരിച്ച് ദേഷ്യപ്പെടും. പക്ഷേ നിങ്ങൾ ചിന്തിക്കും, ഇവർക്ക് എന്തോ വിഷമമുണ്ടാവും, അതാവും ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ഇതിനെയാണ് കോഗ്നിറ്റീവ് എമ്പതി എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, ഓഫീസിലോ വീട്ടിലോ ആർക്കെങ്കിലും കരയുകയോ ടെൻഷൻ ഇരിക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ ആ ഭാരം മുഴുവൻ അറിയാതെ തന്നെ നിങ്ങളെടുക്കും. അതുകൊണ്ട് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ എന്തെത്ര ക്ഷീണം എന്ന് തോന്നുന്നത് ബോഡിക്കല്ല, നിങ്ങളുടെ മൈൻഡിന്റെ ക്ഷീണമാണത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ എങ്ങനെയുണ്ട്, സിനിമ കണ്ടോ, അങ്ങനത്തെ ചെറിയ സംസാരങ്ങളൊക്കെ നിങ്ങൾക്ക് മടുപ്പാവും. പക്ഷെ ഒരു രാത്രി നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ടിനെ ലൈഫിനെ കുറിച്ചോ വേൾഡിനെ കുറിച്ചോ ഡീപ്പായി സംസാരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും എനർജി കിട്ടുന്നത്. ഇവിടെ ഒരു ചോദ്യം, നിങ്ങൾക്ക് ഈ സ്മോൾ ടോക്ക് ടയർഡ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്നാൽ കമൻറ്റിൽ പറയൂ, ഓക്കെ എന്നും ഓക്കെ എന്ന് എഴുതിയിട്ട് ഫുൾ സ്റ്റോപ്പ് എന്നുള്ള ഡിഫറൻസ് മനസ്സിലായ ഒരു എക്സാമ്പിൾ കൊടുക്കുക. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം പറയാം, നോ പറയാനുള്ള ബുദ്ധിമുട്ട്. ആർക്കെങ്കിലും ഹെൽപ്പ് ചോദിച്ചാൽ നിങ്ങൾക്ക് ടൈമില്ലെങ്കിലും ക്ഷീണമുണ്ടെങ്കിലും നിങ്ങൾ സഹായിക്കും. ഇത് നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങളുടെ ഫുൾ എനർജി തീരുന്നവരെ ഇത് ചെയ്താൽ പ്രശ്നമാവും. രണ്ടാമത്തെ സൈൻ, ഡോർ സ്ലാം. ഒരാൾ പല തവണ തെറ്റ് ചെയ്താലും നിങ്ങൾ ക്ഷമിക്കും, സഹിക്കും. പക്ഷെ ഒരു ദിവസം ഒരു വാണിംഗ് പോലും ഇല്ലാതെ സൈലൻ്റായി നിങ്ങൾ ആ റിലേഷനിൽ നിന്ന് മാറിപ്പോകും. ഇത് ദേഷ്യം കൊണ്ടല്ല, സ്വന്തം മൈൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. ഇത് ചെയ്യേണ്ടത് ഇത്രയുമുള്ളൂ, നോ പറയാൻ പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി കുറച്ചു നേരം ആരും ഡിസ്റ്റർബ് ചെയ്യാത്ത സ്ഥലത്ത് തനിയെ ഇരിക്കുക. ഇതൊരു വീക്ക്നെസ് അല്ല. ചെറുപ്പത്തിൽ നീ എന്തിനെപ്പോഴും ഓവർ സെൻസിറ്റീവ് ആവുന്നത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. മറ്റുള്ളവരെ ഇത്ര ഡീപ്പായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു റെയർ ഗിഫ്റ്റാണിത്. ശരിക്കും നിങ്ങളെപ്പോലുള്ളവരാണ് സത്യത്തിൽ ചുറ്റുമുള്ളവരെ കെയർ ചെയ്യുന്നതും കേൾക്കുന്നതും. എങ്ങനെയുണ്ടായിരുന്നു ഈ വീഡിയോ? ഈ സയൻസ് ഇത്രയും നിങ്ങൾക്ക് മാച്ച് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ ഡീപ്പ് ടോക്സ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.